ഞങ്ങളെ കൂടെയുള്ള 108 കുട്ടികൾക്കും എഴുതാൻ കഴിഞ്ഞില്ല. പാവപ്പെട്ട ഞാൻ അതിന് ഉത്തരം 9 പേജ് ഞാൻ എഴുതി. രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ കിതാബ് ഓതിക്കണില്ല. രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കണ്ണിന്ന് പൊന്നീച്ച പാറിപ്പോയി. എന്താ ചെയ്യാ? അങ്ങനെ ഹദീസ് നമ്മൾ ദുനിയാവെന്ന് കണ്ടിട്ടില്ല. ആ സമയത്താണ് ഞാൻ മഹാനായ വടകര ഉപ്പാപ്പാനെ ഓർത്തു. മഹാൻ എന്നോട് പറഞ്ഞാളെ നല്ല കോളേജാ പൊയ്ക്കോൻ. ഞാൻ വടകര തങ്ങളെ പേരിൽ 3 ഫാത്തിഹ ഓതിയിട്ട് കണ്ണാണ്ട് ചിമ്പീറ്റ് പെന്നിന്റെ മൊനമ്മല് ഊതി. പിന്നെ അവിടെ വടകര തങ്ങൾ പാപ്പ വന്നിട്ട് എഴുതുക 9 പേജ്. ഞാൻ എങ്ങനെ എഴുതുക? ഉസ്താദുമാര് എന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അന്ന് എനിക്ക് താടി മീസി മുളച്ചിട്ടില്ല. 19 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സ് ചാടിയിട്ടുള്ളൂ. അറിയങ്ങള് 19ാമത്തെ വയസ്സ്. വല്ല താടി ഇത്രയുള്ള മൂല്യന്മാരെ എഴുതാൻ വന്നിട്ടുള്ളത്. ഇരിക്കട്ടെ, 50 കുട്ടികൾ ജയിച്ചു. ബാക്കിയുള്ള 58 കുട്ടികളെയും പുറത്താക്കി. അഡ്മിഷൻ കിട്ടിയില്ല. ഒക്കെ നാട്ടിക്ക് തിരിച്ചു പോകുന്നു. ആ കൊല്ലത്തില് എത്ര ഉസ്താദുമാര് കരഞ്ഞു. മഞ്ഞപ്പറ്റ അംസോജര 9 ശിഷ്യന്മാര്. മഞ്ഞപ്പറ്റ അംസോജർ സമസ്തന്റെ മുഷാവറ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ നല്ല കിതാബ് തിരുന്ന ആളുകളാ. അവരൊക്കെ കണ്ണിന്ന് ഇങ്ങനെ ചോര വന്നിട്ട് സ്കോണി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കരഞ്ഞ് നാട്ടിലേക്ക് പോയി. ബാക്കിയാത്തിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ? ഈ പാവപ്പെട്ട വിവരമില്ലാത്ത എനിക്ക് അവിടെ ലിസ്റ്റ് തൂങ്ങിയപ്പോൾ ഞാൻ 3ാം നമ്പർ ലിസ്റ്റിൽ എന്റെ പേരാണ് മുനീർ മറ്റത്തൂരിന്ന്. ഞാൻ ഇതിന് അർഹനല്ല. പക്ഷേ മഹാനായ വടകര തങ്ങൾ പാപ്പ എന്നെ അന്ന് സഹായിച്ചതാണ്. അതിന്റെ ശേഷം ഇന്നും എവിടെ ഞാൻ ചെന്നാലും ഈ പോലത്തെ വല്ല ആലിമീങ്ങളായ സയ്യിദന്മാരെ മുമ്പില് 2 വർത്തമാനം പറയാൻ നാവ് എനിക്ക് പൊന്തുന്നത് അവരോടുള്ള അതബുകേടല്ല. വടകര തങ്ങൾ പാപ്പ എന്റെ ബാക്കിൽ വന്ന് തോണ്ടുക, പരട ഹംകേ. എന്താ കാരണം? അതാണ് പറഞ്ഞത്, അള്ളാഹുവിനെ പിടിച്ചവന്റെ ബാക്കിൽ തൂങ്ങിക്കോ ഹംകേൻ. ഓലെ കളിയാക്കാൻ നടക്കില്ല. ഔലിയാക്കന്മാർക്കെന്താ നിക്കാരല്ലാത്ത? ഓരെന്താ താടി പഠിച്ചിട്ടുണ്ട്, ഓരെന്താ പൗഡർ ഇടുണ്ട്, അവരെന്താ പെണ്ണുങ്ങൾ മാലീസിലുണ്ട്. ഇങ്ങനെ നോക്കിയെടുക്കാൻ പറ്റൂല. അതൊക്കെ നമുക്ക് ചില ഹാലുകളും ചില അവസ്ഥകളും ഉണ്ട്. അവര് വടകര മുഹമ്മദ് തങ്ങൾ ഞാൻ പറഞ്ഞില്ല, ലോഹറ നിസ്കാരം നല്ല നാദറക്കാതെ സൂപ്പറായിട്ട് നിസ്കരിച്ചു, ഒരു കുഴപ്പമില്ല. മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരുപാട് ജദബിന്റെ ഹാലുകൾ ഉണ്ടായേക്കാം. അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോണ്ട. വേങ്ങര കോയപ്പാപ്പ നിങ്ങൾ കണ്ടക്കണോ? വേങ്ങര കോയപ്പാപ്പാന്റെ മഖബറ ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. വേങ്ങര ടൗണിൽ നോക്കിയാൽ കാണാം. ആ കോയപ്പാപ്പ ചിലപ്പോ ഉടുത്ത തുണി വരെ മേത്തുണ്ടാവൂല. ഒരു വലിയ ബടി ഉണ്ടാവും കൈ. തങ്ങപ്പാപ്പനെങ്കിലും ബടി ഉണ്ട്. അത് ഔലിയാക്കന്മാരുടെ ഒരു അടയാളാ. ഒരു ബടി കയ്യിലുണ്ടാവും.